Nehru Group of Institutions. Nehru Group of Institutions is a big tradition of knowledge. It has 20 plus institutions, 80 plus courses, 15,000 plus students and 1 lakh plus alumni. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. NCRCയിലെ ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCA. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCAയുടെ ആനുവൽ ബ്രാൻഡ് ഇവൻ്റായിട്ടുള്ള പ്രയാണയിലേക്ക് നിങ്ങളെല്ലാവരെയും സഹർഷം, സാമോദം, സാഭിമാനം സ്വാഗതം ചെയ്തുകൊള്ളും. പ്രയാണയിലേക്ക് സ്വാഗതം. പടവുകളേറി പോകുമോ, ചിറകുകളേറി തഴകുമോ, കനവുകളിൽ നിലവുകളിൽ നാം ഒന്നായി മാറുന്നു. പുതുവാവേശം എൻ സിരകളിലായി നാം ഒത്തുചേരുമ്പോൾ Dear friends, the word Prayana in English means journey. By all means, for Department of MCA, this is a great journey. We started the journey long back in 2009. 2009 ഞങ്ങൾ തുടങ്ങി വെച്ച ഈ ചെറിയ യാത്ര ഇന്നിപ്പോൾ ഒരു ദശാബ്ദം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് 13ാം വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നിറഞ്ഞ ചാരിതാർത്ഥ്യം തോന്നുന്നു ടീം MCAയുടെ കൂടെ നിന്ന് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത്. 2006 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCA ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. 2008-09 കാലഘട്ടത്തിൽ ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു ടെക്നോളജി മേള വേണം എന്നുള്ള ആശയം ഉദിക്കുന്നു. അന്ന് 1ാമത്തെയും 2ാമത്തെയും ബാച്ചിലെ കുട്ടികൾ ഇട്ട പേരാണ് പ്രയാണ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCA സംഘടന ഒരു കുടുംബമാണ്. ഇവിടെ നിന്ന് പോയിട്ടുള്ള കുട്ടികളുമായിട്ട് ഞങ്ങൾ എല്ലാ കാലത്തും വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരന്നിട്ട പ്രയാണ എന്ന ഈ ഭംഗിയുള്ള പേര് മാറ്റാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പ്രയാണ ഇനിയും ഒരുപാട് കാലം അതിസ്യൂതം തുടരുക തന്നെ ചെയ്യും. അവരുടെ സ്വപ്നങ്ങളും തുടരുകയും അവരുടെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ ചില അധ്യാപകർ ഇന്നും ഇപ്പോഴും പ്രയാണ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ കൂടി 13ാമത്തെ പ്രയാണയുടെ അധ്യായത്തിലേക്ക് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രയാണയുടെ 13ാം അധ്യായം എത്തി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനെയാണ്. 2009 1ാമത്തെ പ്രയാണ അനാരോഗ്യം കാരണം അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴി കോയമ്പത്തൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സംസ്കാരവും തികച്ചും സാധാരണമായിരിക്കും. 13 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രയാണ ഉദ്ഘാടനം ചെയ്തു. ആ വലിയ മനുഷ്യനെ ഓർക്കാതെ നെഹ്റു കോളേജിൽ ഞങ്ങൾ ഒന്നും ചെയ്യാറുണ്ട്. നൈനം ചിത്യന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവക എന്നുവെച്ച ക്ലേദയദ്യാപോ ആ വലിയ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ എത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയാണയുടെ ഭാരതീയ സംസ്കാരപ്രകാരം ആത്മാവിന് മരണമില്ലെന്നാണ്. ഒരു പക്ഷേ ആകാശങ്ങളിലെ ഉയരങ്ങളിലിരുന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും. Presently, Nehru Group of Institutions is being led by Advocate Dr. P. Krishnadas, Chairman and Managing Trustee, and Dr. P. Krishnakumar, CEO and Secretary. I welcome
both of Maestros Prayana version 30. I also welcome our Honorable Principal, Dr. Ambika Devi Amma Madam, to this version 30. We have two guests of honors for Prayana version 30. Dr. V. Kurian Devi IAS, Advisor, Department of Water Resources, Government of Kerala, and Ms. Tara Chetur Menon, noted activist, poet, and literary journalist. Welcome, sir. Welcome, madam. Friends, in Department of MCE, we live in the world of friendly bonding. Anything and everything is being executed by a team of faculty friends and student friends together. I have with me today Ashish Naji, faculty coordinator of Team MCE. And I also have with me Sachin, chairman, Student Association, Department of MCA for Current Academy. The remaining part of Prayana will be detailed by my friends Ashish and Sachin. MCA department is one of the energetic department in our campus. The energy behind the department is a strong relationship between the students and also the faculties. Every year we are conducting a lot of creative activities with a lot of talent and innovative minds in our campus. And this year also we are going to conduct Prayana 2K21. ഇനി നമുക്ക് ഇംഗ്ലീഷ് വിടാം, മലയാളത്തിലേക്ക് വിടാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓൺലൈനായിട്ടാണ് പല പരിപാടികളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ നാടകീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഒരു വെർച്വൽ എൻവയോൺമെൻറ്റിലൂടെ ഞങ്ങളുടെ പ്രയാണ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രയാണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്റ്റുഡൻസ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റേതായിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയാണ് അതിൽ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആസ് ഫാക്കൽറ്റീസ് ഞങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രയാണയെ പറ്റി കൂടുതൽ പറയാൻ അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇത്തവണത്തെ ഡൈനാമിക്കലായിട്ടുള്ള സ്റ്റുഡൻറ് ചെയർമാൻ ശ്രീ സച്ചിനാണ്. ഓവർ ടു സച്ചിൻ. ഫ്രണ്ട്സ്, ഇത്തവണ പ്രയാണയ്ക്ക് നമ്മൾ 4 ഇവൻ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവബോധ ക്വിസ് കോമ്പറ്റീഷനാണ്. പിന്നെ കലാപ്രഭ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഒരു സെഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അലുമിനീസിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇവൻറ്റും കൂടി ഉണ്ട്, പ്രമാണ എന്ന് പറയുന്നത്. അത് പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയുള്ളൊരു സെഷനാണ്. സാധാരണ നമ്മുടെ അസോസിയേഷനിലൊക്കെ പേപ്പേഴ്സിൻ്റെയും പ്രസൻറ്റേഷൻ്റെയൊക്കെ കാര്യം നോക്കുന്നത് സ്പോക്ക് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ്. നമ്മളുടെ ഇത്തവണ അസോസിയേഷനിലുള്ളത് ആര്യയാണ്. പ്രമാണ എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ. ഇതിന് വേണ്ടിയിട്ട് UG PG സ്റ്റുഡൻസ് അവരുടെ ടെക്നിക്കൽ ഐഡിയാസിനെ കൺവേർട്ട് ചെയ്തിട്ട് പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ കൊണ്ട് മാത്രമല്ല, ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് കൂടി നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനുവേണ്ടി നമുക്കൊരു PR ഉണ്ട്, രാഹുൽ. ഹായ്, ഇപ്രാവശ്യം മാഗസിൻ ഇറക്കുന്ന പിസാഡ അതിൻ്റെ 13ാമത്തെ വർഷം പ്രമോദ് സാറാണ് എഡിറ്റ് ചെയ്യുന്നത്. I request our Honorable Chairman and Managing Trustee, Advocate Dr. P. Krishnadas, to deliver the presidential address. നമസ്കാരം. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ പാമ്പാടിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രയാണ 2021 പരിപാടി ഈ വർഷവും അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ MCA ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിഗംഭീരമായി നടത്തിവരുന്ന വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പോസിറ്റീവായ എനർജിയും പോസിറ്റീവായ കാഴ്ചപ്പാടും സൃഷ്ടിച്ചു വരുന്നു എന്നുള്ളതും അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ വർഷത്തെ MCA ആനുവൽ ഇവൻ്റ് ഇതോടുകൂടി നടത്തുന്നു എന്നറിയുമ്പോൾ എനിക്ക് അതിലധികം കൂടുതൽ സന്തോഷമുണ്ട്.
ഈ വർഷം പ്രയാണയിൽ പങ്കെടുക്കുന്ന പ്രധാന ചീഫ് ഗസ്റ്റ് വി കുര്യൻ ബാബു IAS, അഡ്വൈസർ ഗവൺമെൻറ് ഓഫ് കേരളയും, അതുപോലെ തന്നെ താര ചേറ്റൂർ മേനോൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റുമാണ്. അവരുടെ ഈ പ്രയാണയിലുള്ള പാർട്ടിസിപ്പേഷൻ തന്നെ ഈ പരിപാടിക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. എന്തായാലും MCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ഡോക്ടർ സുധീർ മാരാർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകർക്കും MCA ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും ഇതൊരു പുതിയ അനുഭവമായി തീരട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. പ്രയാണ 2021 നെഹ്റു കോളേജിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഓൺലൈനായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള MCA അലുമിനി കുട്ടികൾക്ക് കാണുവാനുള്ള അവസരം സൃഷ്ടിച്ചതിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you. I request our principal, Dr. Ambika Devi Amma, to deliver the principal's address for Prayana. Honorable Chairman and Managing Trustee, Advocate Dr. P. Krishnadas sir, respected CEO and Secretary Dr. P. Krishnakumar sir, Chief Guest of the Day Dr. Kurian Baby IAS, former Collector and Government Secretary, Special Guest of the Day Ms. Tara Chetur Menon, Journalist, Heads of Departments, Faculty Members, Teaching and Non-Teaching, all my students and the participants from various colleges, a warm good morning to one and all. Master of Computer Application is one of the post-graduation departments in Nehru College of Engineering and Research Center. Prayana version 13 is the South Zone Intercollegiate Tech Fest. MCA conducted this program annually. The peculiarity of this program is that the students are organizing this program and all the alumni are participating in this program. I think that this program has many cultural programs. Cultural programs are conducted in Instagram, and paper presentation is also there. Their annual magazine Pisada is also released today. Due to COVID-19 pandemic condition, all the programs are in online mode. Students from various colleges are participating in this program. Students can refresh their minds by taking part in this program, a slight deviation from their academic slide. I congratulate HOD and team for conducting Prayana 13 in virtual mode, even in this COVID pandemic situation. I wish all success for this program. Do what you can with all you have, wherever you are. Enjoy yourself. Have a nice day. Thank you all. Thank you, madam. Dear friends, we have two wonderful guests for Prayana version 13. Dr. V. Kurian Baby IAS and Ms. Tara Chetur Menon. Dr. V. Kurian Baby IAS, retired, is currently the advisor to Water Resource Ministry, Kerala, formerly District Collector Thrissur, Portfolio Head of WASH, Oxford Policy Management, New Delhi, and Indian Country Director, IRC WASH, Netherlands. He holds a first-class MA with PhD in Regulatory Economics, specialized in Project Management from IIMA, and Environmental Economics and Development Policy from the USA. My dear students, teachers and friends, let me congratulate the Nehru College of Engineering and the Department of MCA for organizing the South Zone Intercollegiate Tech Fest Prayana. I do wish all success to this great event. I am sure that the Tech Fest will unfold a great networking opportunity to share and showcase your creativity, talents, skills, and innovation. Learning and upskilling in turbulent, uncertain times are great challenges. Some jobs will disappear and others will emerge as the world is undergoing double disruption due to pandemic and the technological progress.
It is estimated that 85 million conventional jobs will be displaced in the next 5 years, and around 100 million jobs will be added in areas like artificial intelligence, robotics, big data analytics, cloud computing, IoT, product design and development, and climate-related green jobs. Equip yourself for future. Knowledge is dead past. Creativity and adaptive learning are the two crucial critical skills required to navigate in future. Be confident and be creative. Add value and content and new meaning to your learning. Question everything you learn and think how can it be improved, how can it be applied in real complexities of this world. If you don't have a lab, make a virtual lab in the depth of your mind. You will create an amazing future world. Wishing you all great success in life. Thank you. Tara Chetur Menon is an intrepid journalist interesting on various issues such as environment, violence against women, tribal forest land rights, human trafficking, and gender violence. Started her career with Star News Mumbai and worked with various national media organizations. Her articles have been published in The Pioneer, Central Chronicle, Indian Express, etc. Recipient of various awards, she was recently recognized as the Real Superwoman 2020 by FSIA. Tara holds a master's degree in journalism from the Makanla Chaturvedi National University, Bhopal, and is pursuing PhD research. Dear students and respected staff of Nehru College of Engineering and Research Center, this is Tara Chetur from Bhopal. I'm extremely proud and honored to be part of this prestigious event, which is the 13th version annual program of Nehru College. Even during pandemic and during challenging times, this college has come up with such an event, which itself shows its dedication and commitment towards education sector. Kudos to your dedication and commitment. Let me congratulate the MCA students and the head of department, Dr. Sudhir Marar, for inviting me as the chief guest. Without further ado, I hereby declare that Prayana 2021, the South Zone Inter-College Tech Fest, is officially opened and kicked off. Thank you. Thank you, Kurian sir. An international professional like you will definitely guide my future engineers to move forward. And thank you, Madam Chetur. Your words of wisdom will definitely motivate my students to march as wonderful professionals ahead. Thank you, sir. Thank you, Madam. Next, we will have to release our magazine, Pizzada. Dear friends, Pizzada means footprints. And we are releasing this magazine for the past 13 years continuously. And the man behind the show is Pramod sir. Come friends, let's release the magazine version 13. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCA പുതിയതായി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ടെക്നിക്കൽ മാഗസീനാണ് പിസാഡ മീൻസ് ഫുട് പ്രിൻറ്റ്സ്. ടെക്നോളജിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ടെക്നിക്കൽ മാഗസീൻ പുറത്തിറക്കുന്നത്. ഈ പിസാഡിനെ കുറിച്ച് പറയുന്നതിനും പ്രകാശനം ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങളുടെ സ്റ്റാഫ് എഡിറ്ററായ പ്രമോദ് സാറിനെ ഞങ്ങൾ ക്ഷണിച്ചോളുന്നു. Dear all, it gives me immense pleasure to stand before you for the release of Pisada magazine. 13 years of continuous work for this technical magazine has been quite enriching for all of us in the MCA department. This year was different due to the spread of COVID-19 pandemic, and everything was online in the format of flipbook. I thank all the members of Team MCA for this technical literary journey a grand success. Thank you. Hi,
എൻ്റെ പേര് റൌഫ്. ഞാൻ 2013-14 വർഷത്തെ പിസാഡ മാനേജിങ് എഡിറ്റർ ആയിരുന്നു. ഇപ്പോൾ പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിസാഡ അല്ലെങ്കിൽ പ്രയാണ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയാണമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ കയറാറില്ല. ഫുള്ള് ലാബിലായിരിക്കും പിസാഡയുടെ വർക്ക്, പ്രയാണ വർക്കായിട്ട്. അത് എൻ്റെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പിസാഡ നമ്മൾ മാഗസിൻ ലേഔട്ട് ചെയ്യുന്നതും അതുപോലെ പ്രയാണയ്ക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ കരിയറിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ വർഷത്തെ പ്രയാണയ്ക്ക് എല്ലാവിധ ആശംസകളും. ബൈ. നമ്മളെ മുന്നേ പറഞ്ഞ പോലെ പ്രയാണയ്ക്ക് ഒരുപാട് സെഷൻസ് ഉണ്ട്. അതിലെ പഠിച്ചിറങ്ങിയ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു സെഷനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് അലുമിനി മീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ ഓൺലൈനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി പറയാനും ആശംസ നൽകാനും വേണ്ടി കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻറ് ചെയർമാനായ അനിലിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പ്രയാണ 13-ൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ട് സന്തോഷം. കഴിഞ്ഞിടത്ത് പ്രയാണത ഇപ്പോൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. എന്താ പറയുക, 13 നടത്തുന്നത് തന്നെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും കഴിഞ്ഞിടത്തെ പോലത്തെ ഒരു സാഹചര്യമല്ല, പഴയ രീതിയിലുമല്ല നടത്തണേ. പുതിയ രീതിയിലാണ് ഏറ്റവും ആധുനികമായ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ പ്രയാണം നടത്തുന്നത് പറഞ്ഞതിന് സന്തോഷം. എന്തായാലും എൻ്റെ പേരിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പഠിച്ചിറങ്ങിയ എല്ലാ ബാച്ചിൻ്റെ എല്ലാവരുടെയും പേരിലും എല്ലാവിധ ആശംസകളും. എല്ലാ കൊല്ലത്തേക്കാളും നല്ല പ്രയാണമായിട്ട് ഇപ്രാവശ്യത്തെ മാറട്ടെ എന്ന് ആശംസിച്ചു വരുന്നു. വളരെ വളരെ സന്തോഷം. പടവുകളേറി പോകുമോ, ചിറകുകളേറി തഴകുന്നു, കനവുകളിൽ നിലവുകളിൽ നാം ഒന്നായി മാറുന്നു. പുതുവാവേശം എൻ സിരകളിലായി നാം ഒത്തുചേരുമ്പോൾ Due to COVID protocol, in this year we conducting Prayana through online. I thank each and everyone for being with us today. Respected Chairman, CEO, Principal, HOD and faculty members and my dear friends, thank you all. നമ്മുടെ ടീം MCAയുടെ പ്രയാണം ഓരോ വർഷവും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടും നല്ല രീതിയിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം COVID-19 പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈനിലൂടെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ 13ാമത്തെ പ്രയാണയ്ക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ് ആൻഡ് ഓൾ ദ ടീം മെമ്പേഴ്സ്. Wishing grand success for this prayana. Hi my dear friends and my dear students. This is our 13th version of Prayana. I know you have lot of talents. This is a golden platform to express your talents. Dear students, your support, your determination, your hard work, that make the success, nothing else. All the very best. Hi everyone. First of all, best wishes from my heart. I was an alumni here and now faculty member also. In our MCA days, we have celebrated our Prayana in a different way, in a colorful manner. Due to pandemic situation, we can only celebrate it in an online platform in a different way also. So stay safe and stay healthy. All the best. Hi everyone. I was an alumni here in our MCA department. Now I'm a faculty also. In a couple of years back, we enjoyed the Prayana in a very colorful manner. It was a very colorful days. So hope you will do the best. Thank you. Stay safe and healthy. പുതുവാവേശം എൻ സിരകളിലായി നാം ഒത്തുചേരുമ്പോൾ